നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിൽവിയ പ്ലാത്തിന്റെ ശ്രദ്ധേയമായ കവിതയായ മിറർ എന്നെക്കുറിച്ചാണ്. മിറർ എന്ന കവിതയുടെ ആഖ്യാതാവായ ഒരു കണ്ണാടിയുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. കണ്ണാടി സ്വയം സത്യസന്ധനും കൃത്യതയുള്ളവനും മുൻധാരണകളില്ലാത്തവനുമായി പരിചയപ്പെടുത്തുന്നു. സ്നേഹമോ വെറുപ്പോ ഇല്ലാതെ താൻ കാണുന്നതെന്തും അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന താൻ ഒരു കൊച്ചീശ്വരന്റെ കണ്ണുപോലെ സത്യസന്ധനാണ് എന്നു പറയുന്നു. തന്റെ മുന്നിലുള്ള പിങ്ക് ചുവരിൽ താൻ ധ്യാനിച്ചിരിക്കുന്നതായും അത് തന്റെ ഹൃദയത്തിന്റെ ഭാഗമായി മാറിയതായും കണ്ണാടി പറയുന്നു. രണ്ടാം ഖണ്ഡത്തിൽ ആഖ്യാതാവ് ഒരു തടാകമായി മാറുന്നു. ഒരു സ്ത്രീ തന്റെ യഥാർത്ഥ രൂപം തേടി തടാകത്തിനു മുകളിൽ കുനിഞ്ഞു നോക്കുന്നു. സത്യം ഉൾക്കൊള്ളാനാകാതെ വരുമ്പോൾ അവൾ മെഴുകുതിരികളോ ചന്ദ്രനോ പോലുള്ള നുണയന്മാരിലേക്ക് തിരിയുന്നു. കാരണം അവ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ സൗന്ദര്യത്തെ വളച്ചൊടിച്ചു കാണിക്കുന്നു. എന്നാൽ ഓരോ ദിവസവും അവൾ കണ്ണാടിയിലേക്ക് തിരിച്ചുവരുന്നു. കാലം മുന്നോട്ടു പോകുമ്പോൾ കണ്ണാടി അവളുടെ യൗവനം നഷ്ടപ്പെടുന്നതിനും വാർദ്ധക്യം കടന്നുവരുന്നതിനും സാക്ഷിയാകുന്നു. അവളിലെ യുവതിയായ പെൺകുട്ടി കണ്ണാടിയിൽ മുങ്ങിമരിച്ചതായും പകരം ഒരു ഭീകരമായൊരു മത്സ്യത്തെപ്പോലെ ഒരു വൃദ്ധ ദിവസവും അവളുടെ നേർക്ക് ഉയർന്നുവരുന്നതായും കവിത അവസാനിക്കുന്നു. കവിതയുടെ ആശയം ഓരോ വരികളിലൂടെയും വിശദീകരിക്കാം. ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഐ ഹാവ് നോ പ്രീകൺസെപ്ഷൻസ്. ഞാൻ വെള്ളി പോലെ തിളക്കമുള്ളവനും കൃത്യതയുള്ളവനുമാണ്. എനിക്കൊരു മുൻധാരണകളുമില്ല. വാട്ട് എവർ ഐ സീ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി, ജസ്റ്റ് ആസ് ഇറ്റ് ഇസ്, അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. ഇഷ്ടമോ വെറുപ്പോ എന്നെ മൂടാതെ ഞാൻ കാണുന്നതതുപോലെ ഉടൻ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ഐ ആം നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ, ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണേഡ്. ഞാൻ ക്രൂരനല്ല, സത്യസന്ധൻ മാത്രമാണ്. ഞാൻ 4 കോണുകളുള്ള ഒരു കൊച്ചീശ്വരന്റെ കണ്ണുപോലെയാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ. ഇറ്റ് ഇസ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. മിക്കവാറും സമയവും ഞാൻ എതിരെ ചുമരിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ആ പിങ്ക് ചുവരും അതിലെ പുള്ളികളും. നൗ ഐ ആം എ ലേക്ക്. എ വുമൺ ബെൻസ് ഓവർ മീ, സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. ഇപ്പോൾ ഞാനൊരു തടാകമായി മാറുന്നു. ഒരു സ്ത്രീ എന്നിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് എന്റെ ആഴങ്ങളിൽ തിരയുന്നു. ദെൻ ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്, ദ കാൻഡിൽസ് ഓർ ദ മൂൺ. എന്നിട്ട് അവൾ ആ നുണയന്മാരായ മെഴുകുതിരികളിലേക്കോ ചന്ദ്രനിലേക്കോ തിരിയുന്നു. കാരണം അവയുടെ മങ്ങിയ വെളിച്ചം വാർദ്ധക്യം മറിച്ച് സൗന്ദര്യത്തെ പെരുപ്പിച്ചു കാണിക്കുന്നു. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് ആൻ അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. സത്യം കാണുന്നതിന്റെ പ്രതിഫലമായി അവളെനിക്ക് കണ്ണീരും കൈകളുടെ വിറയലുമാണ് നൽകുന്നത്. In me, she has drowned a young girl, and in me, an old woman rises toward her day after day, like a terrible fish. എന്നിൽ നോക്കി നോക്കി അവൾ അവളുടെ യൗവനകാലത്തെ മുക്കിക്കളഞ്ഞു. ഓരോ ദിവസവും ഭീകരമായ ഒരു മത്സ്യത്തെപ്പോലെ ഒരു വൃദ്ധ അവളുടെ നേർക്ക് ഉയർന്നുവരുന്നു. ഇവിടെ ഭീകരമായ മത്സ്യം വാർദ്ധക്യത്തെയും സൗന്ദര്യം നശിക്കുന്നതിലുള്ള ഭയത്തെയും നഷ്ടപ്പെട്ട സ്വത്വത്തെയും പ്രതീകവൽക്കരിക്കുന്നു. സിൽവിയ പ്ലാത്ത് 1932 1963 ഒരു അമേരിക്കൻ കവയിത്രിയും നോവലിസ്റ്റുമായിരുന്നു. ആധുനിക ഇംഗ്ലീഷ് കവിതയിലെ കൺഫെഷണൽ പോയട്രി എന്ന വിഭാഗത്തിലെ പ്രമുഖരിലൊരാളാണ് അവർ. കടുത്ത വ്യക്തിപരമായ വികാരങ്ങൾ, വിഷാദം, മരണം, ബന്ധുക്കളുമായുള്ള കുടുംബ ബന്ധങ്ങൾ, സ്ത്രീകളുടെ സ്വത്വം, വാർദ്ധക്യം എന്നിവയെല്ലാം അവരുടെ കവിതകളിലെ പ്രധാന പ്രമേയങ്ങളാണ്. അവരുടെ പ്രധാന കൃതികളിൽ ദ കൊളോസസ് ആൻഡ് അതർ പോയംസ്, ഏരിയൽ എന്നീ കവിതാ സമാഹാരങ്ങളും ദി ബെൽ ജാർ എന്ന നോവലും ഉൾപ്പെടുന്നു. പ്ലാത്തിന്റെ കൃതികൾക്ക് അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളും വ്യക്തിപരമായ സംഘർഷങ്ങളും ഒരു പ്രത്യേക തീവ്രത നൽകുന്നുണ്ട്. 1963 30ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.